ഷാബിയാസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതൊരു കർണാടക സ്പെഷ്യൽ റെസിപ്പിയാണ്. ഒട്ടു ഷാവിക എന്നാണ് പറയുന്നത്. ഒട്ടു ഷാവിക അല്ലെങ്കിൽ അക്കി ഷാവിക എന്നറിയപ്പെടുന്ന ഈ ഒരു ഇടിയപ്പം എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടണം. സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഇടിയപ്പം തയ്യാറാക്കുന്ന മാവ് റെഡിയാക്കിയതിന് ശേഷം പീച്ചി എടുത്ത് ആവിയിൽ വേവിച്ചെടുത്തിട്ടാണ്. പക്ഷേ ഈ ഒരു ഇടിയപ്പം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഈ ഒരു ഇടിയപ്പത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് പീച്ചിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇടിയപ്പത്തിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റ് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. നമുക്ക് ഒരു ഡോയുടെ ഒരു ഷേപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. എന്നാലും ഒരു ചെറു ചൂടോടുകൂടി തന്നെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടിയിരുന്നത്. നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്, തിക്കായി പോകാൻ പാടില്ല. ലൂസായിട്ടുള്ള മാവ് വെച്ചാണ് നമ്മൾ ഈ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ് സിലിണ്ട്രിക്കൽ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സേവനാഴിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വലിപ്പത്തിലാണ് ഞാനിവിടെ സിലിണ്ട്രിക്കൽ ഷേപ്പ് ആക്കി എടുക്കുന്നത്. അപ്പം ഞാൻ 2 സിലിണ്ട്രിക്കൽ ഷേപ്പ് മാവ് സേവനാഴിയിൽ വെക്കുന്ന ഒരു വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. അധികം വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കേണ്ട, നമ്മുടെ മാവല്ലേ വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു സൈസിലാണ് ഞാനിവിടെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പം ഞാനിവിടെ മാവെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റീമർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മാവെല്ലാം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ ഈ മാവ് വേവാൻ എത്ര സമയം വേണോ അത്രയും സമയമാണ് വെക്കേണ്ടത്. ഇനി നമുക്ക് ഈ സ്റ്റീമർ ഒന്ന് തുറക്കാം. നമ്മുടെ മാവ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവനാഴിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ മാവിൻ്റെ പീസാണ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പീച്ചെടുക്കണം. അപ്പോൾ ഓൾറെഡി നമ്മളിത് ചൂട് വെള്ളം കൊണ്ടാണ് കുഴച്ചതും പിന്നെ നമ്മൾ ഈ മാവ് വേവിച്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ജസ്റ്റ് പീച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് വേണമെങ്കിൽ വലുപ്പം കൂട്ടിയും പീച്ചെടുക്കാം, അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ഒരു സൈസ് ചെറുതായിട്ടും പീച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 രീതിയിലും പീച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറുതായിട്ടും വലുതായിട്ടും പീച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇടിയപ്പം നമുക്ക് പീച്ചെടുത്താൽ ഉടനെ തന്നെ കഴിക്കാൻ പറ്റും. ഒരു പച്ചമാവിൻ്റെ ടേസ്റ്റ് ഒന്നും തന്നെ ഇല്ല, കാരണം നല്ല വെന്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടാണ് നമ്മളിവിടെ ഇടിയപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇടിയപ്പത്തിന് സൈഡ് ഡിഷായിട്ടൊരു വെജിറ്റബിൾ സ്റ്റൂവും കൂടി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് സ്ലൈസ് ചെയ്ത പൊട്ടറ്റോ,
പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഒരു സവാള അരിഞ്ഞത്, പിന്നെ 3 പച്ചമുളക് സ്ലൈസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കടുക് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് വഴണ്ട് വരും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റൂവിന് നമുക്ക് എന്തുമാത്രം കറി വേണോ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി എടുക്കാം. ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കിയെടുത്ത മല്ലി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിന് സൈഡ് ഡിഷ് ആയിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വെറൈറ്റി രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഇടിയപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.